നമസ്കാരം. പാകിസ്ഥാനിൽ ഫീൽഡ് മാർഷൽ എന്നുള്ളൊരു സാങ്കല്പിക പദവിയാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. കാരണം ഈ ഒരു സാങ്കല്പിക പദവി എന്ന് പാകിസ്ഥാനോട് അനുബന്ധിച്ച് പറയുന്നതിൻ്റെ കാരണം, അവിടെ എന്ത് ഫീൽഡ് മാർഷൽ, ഈ അവിടുത്തെ ജനറൽമാരും പട്ടാളക്കാരും എല്ലാം നെഞ്ച് നിറച്ച് മെഡൽ കുത്തിയിരിക്കുന്ന എന്തിനാണെന്നുള്ളത് അവർക്ക് തന്നെ അറിയില്ല. അത് അവിടെ നിന്ന് വാങ്ങിയതാണെന്നും അറിയില്ല. ഏത് യുദ്ധത്തിൽ വിജയിച്ചിട്ടാണ് അവർക്കിത്തരം കീർത്തികൾ അല്ലെങ്കിൽ കീർത്തിപത്രങ്ങളും കീർത്തിമുദ്രകളും എല്ലാം ലഭിച്ചതെന്നുള്ളത് ഇന്നും അജ്ഞാതമാണ്. അതുകൊണ്ട് തന്നെ അസീം മുനീറിനെ ഫീൽഡ് മാർഷൽ എന്ന് വിളിക്കുന്നത് സത്യത്തിൽ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ഫീൽഡ് മാർഷലായിട്ടുള്ള സാം മനേക് ഷായെ പോലുള്ളവരെ അപമാനിക്കലാണ്. എന്നാലും ഫീൽഡ് മാർഷൽ എന്ന് പാകിസ്ഥാൻകാർ വിളിക്കുന്നു, നമ്മളും അത് ഉപയോഗിക്കുന്നു. പക്ഷേ ഔദ്യോഗികമായിട്ട് അയാളുടെ പദവി എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ മുഖ്യ ഉപദേഷ്ടാവ്, ആർമി ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സസ്, CDF, ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സസ്. ആ 3 പദവികളാണ് അയാൾ നിലവിൽ കൈയാളുന്നത്. പക്ഷേ ഇപ്പോൾ തിടുക്കപ്പെട്ട് റാവൽപിണ്ടിയിൽ നിന്നൊരു പട്ടാള നീക്കം തലസ്ഥാനമായ ഇസ്ലാമാബാദിലേക്ക് നടക്കും എന്നുള്ളൊരു ഭീഷണി പട്ടാളം ഉയർത്തുകയും അതിനെ തുടർന്ന് പാർലമെൻറ്റിൽ പാകിസ്ഥാൻ പാർലമെൻറ്റിൽ ഉപരിസഭ, നമ്മുടെ രാജ്യസഭ പോലുള്ള ഒന്നാണെന്നാണ് അവരുടെ വെപ്പ്, ഒരു അതിവേഗത്തിൽ പാസ്സാക്കിയൊരു നിയമമുണ്ട്. പാകിസ്ഥാൻസ് ഡിഫൻസ് ഫോഴ്സസ് ഓഫ് പാകിസ്ഥാൻ ആക്ട് 2026. ഡിഫൻസ് ഫോഴ്സസ് ഓഫ് പാകിസ്ഥാൻ ആക്ട് 2026. അതനുസരിച്ച് ഈ ഫീൽഡ് മാർഷലിന് എല്ലാ സേനയുടെയും കര, നാവിക, വായുസേനകളുടെ സമ്പൂർണ്ണ നിയന്ത്രണം നൽകി സർവ്വസൈന്യാധിപനായി നിയമിക്കുവാനുള്ള ഒരു മാർഗം ഈ പാസ്സാക്കപ്പെട്ട ആക്റ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ അസീം മുനീർ പാകിസ്ഥാൻ്റെ സർവ്വസൈന്യാധിപനായി വരുമ്പോൾ ഭാരതത്തിന് ആശങ്കപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം അടിമുടി ഒരു ജിഹാദിയാണ് ഈ അസീം മുനീർ. സിയാഉൽ ഹഖ് എന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെക്കാളും പ്രസിഡൻറ്റിനേക്കാളും പഴയ സിയാഉൽ ഹക്കിനേക്കാളും ഒരു 100 മടങ്ങെങ്കിലും ജിഹാദിൻ്റെ വിഷമുള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് അസീം മുനീർ. തന്നെയുമല്ല, ഓപ്പറേഷൻ സിന്ദൂറിൽ ഞങ്ങൾ വിജയിച്ചു എന്ന അവകാശവാദം തുടരുമ്പോഴും അടിസ്ഥാനപരമായിട്ട് അമേരിക്കയുടെയും സൗദി അറേബ്യയുടെയും കയ്യിൽ നിന്ന് പിച്ചക്കാശ് വാങ്ങി ഭാരതം തകർത്തെറിഞ്ഞ സൈനിക കേന്ദ്രങ്ങളും ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങളായ മദ്രസകളും പുനർനിർമ്മിക്കുന്നു എന്ന വസ്തുത ലോകത്തിൻ്റെ മുൻപിൽ മറച്ചു വയ്ക്കുവാൻ കൂടി, ഞങ്ങൾ വിജയിച്ചു എന്നുള്ളൊരു പ്രതിച്ഛായ ലോകത്തിൻ്റെ മുൻപിൽ, ഏറ്റവും ചുരുങ്ങിയത് പാകിസ്ഥാനിലെ ജനങ്ങളുടെ മുൻപിലെങ്കിലും ഉയർത്തിപ്പിടിക്കുവാനായി അസീം മുനീറിനെ ഇപ്പോൾ സർവശക്തനായി ഉയർത്തിയേ അവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് വഴിയുള്ളൂ. അങ്ങനെ ഉയർത്തുന്ന വഴിയല്ലാതെ മറ്റൊന്നും അവരുടെ മുൻപിലില്ല. കാരണം മറ്റെന്ത് വഴി അവർ സ്വീകരിച്ചാലും അത് പരാജയം സമ്മതിക്കുന്നതിന് തുല്യമാണ്. പക്ഷേ അവർ പരാജയം സമ്മതിക്കില്ല. ബംഗ്ലാദേശിൽ ഇതുവരെ അവർ പരാജയം സമ്മതിച്ചിട്ടില്ല. 93,000 പാകിസ്ഥാനി പട്ടാളക്കാരെ പാൻ്റ് അഴിപ്പിച്ച് കീഴടക്കിയ ഭാരതത്തിൻ്റെ വിജയം അവരിന്ന് വരെ അംഗീകരിച്ചിട്ടില്ല. അതിലും അവരാണ് വിജയിച്ചത് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അത്തരത്തിലുള്ള അവകാശവാദങ്ങൾ തുടരട്ടെ. പക്ഷേ ഈ ഒരു ജിഹാദി പാകിസ്ഥാൻ്റെ സർവ്വസൈന്യാധിപനായി വരുന്നത് വലിയ അപകടം നിറഞ്ഞൊരു സാഹചര്യമാണ് ഭാരതത്തെ സംബന്ധിച്ച് സൃഷ്ടിക്കുന്നത്. അത് പാകിസ്ഥാൻ്റെ സൈനിക ശക്തി കൊണ്ടല്ല. ഒരു വശത്ത് സൗദി അറേബ്യ, തുർക്കി എന്നീ ഇസ്ലാമിക രാജ്യങ്ങളുമായി പാകിസ്ഥാൻ ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇസ്ലാമിക നാറ്റോ എന്നുള്ള തരത്തിൽ, എന്ന് വിളിക്കുന്ന തരത്തിൽ. ഈ ഉടമ്പടിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏത് ഇസ്ലാമിക രാജ്യത്തെ മറ്റൊരാൾ ആക്രമിച്ചാലും, ഒരു അനിസ്ലാമികമായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാം ഇല്ലാത്ത അല്ലെങ്കിൽ ഇസ്ലാം പിന്തുടരാത്തൊരു രാജ്യം ആക്രമിച്ചാലും മറ്റു 2 രാജ്യങ്ങളും സൈനികമായും സാമ്പത്തികമായും ഈ ആക്രമിക്കപ്പെടുന്ന രാജ്യത്തെ സഹായിക്കുമെന്നുള്ളൊരു ഉടമ്പടിയുണ്ട്. അതിൽ ആ കരാറിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം അതാണ്. അത്തരത്തിലൊരു ഉടമ്പടി നിലനിൽക്കുമ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന കിംവദന്തികൾ അനുസരിച്ച് ഈ ഒരു നാറ്റോയിൽ സൗദിയുടെ സാന്നിധ്യം പോലും പ്രശ്നമാക്കാതെ ഇറാനും ഒരുപക്ഷെ അംഗമായേക്കാം. കാരണം ഇറാനിൽ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണ്. $1 20 ലക്ഷം ഇറാനി കറൻസിയാണ് വില. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാമ്പത്തിക മാന്ദ്യമെന്നല്ല, സാമ്പത്തിക തകർച്ച നേരിടുന്ന ഇറാന് സൗദിയുടെയൊക്കെ പണം ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഷിയ സുന്നി വിരോധമെല്ലാം മറന്ന് ഇറാൻ സൗദിയോട് അടുക്കുവാൻ ശ്രമിക്കുന്നു എന്നാണ് നമുക്കറിയുവാൻ കഴിയുന്നത് ഏറ്റവും പുതിയ വിവരങ്ങൾ. ഈ ഒരു ഇസ്ലാമിക നാറ്റോ സഖ്യം നിലനിൽക്കുന്ന കാലത്തോളം ഭാരതത്തിന് വലിയ ഭീഷണികൾ ഉയർന്നുകൊണ്ടേയിരിക്കും. കാരണം തുർക്കിയെപ്പോലുള്ള രാജ്യങ്ങളെ
കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം ഒരുപക്ഷെ ഈ തുർക്കിയെ പോലുള്ള രാജ്യങ്ങളെ കണ്ടുകൊണ്ടായിരിക്കണം ഉണ്ടാക്കി വച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പഴഞ്ചൊല്ല് ഇത്തരത്തിലുള്ള രാജ്യങ്ങളെ കണ്ടുകൊണ്ടായിരിക്കണം ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് നമുക്ക് അറിയുവാൻ സാധിച്ചത് നിരവധി ഡ്രോണുകൾ പാകിസ്ഥാന് രഹസ്യമായി നൽകിയത് തുർക്കിയായിരുന്നു. ആ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാനികൾ ഭാരതത്തിലേക്ക് തുടരെയുള്ള ആക്രമണങ്ങൾ നടത്തുവാൻ ശ്രമിച്ചത്, ഗാസയിലൊക്കെ ചെയ്തിരുന്നത് പോലെ തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഒരു സഖ്യം വളരെ അപകടകരമാണ്. ഈ സഖ്യത്തിൻ്റെ ഒരു പ്രതിനിധിയായി നമ്മുടെ അയൽവക്കത്ത് അസീം മുനീറിനെ പോലൊരു ജിഹാദി ഉള്ളത് അതിലും അപകടകരമാണ്. അതുകൊണ്ട് ഇപ്പോൾ അസീം മുനീറിൻ്റെ കാര്യത്തിൽ വലിയ താമസമില്ലാതെ ഭാരതം ഒരു തീരുമാനം എടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ലോക നേതാക്കളും ലോകത്തെ രഹസ്യാന്വേഷണ ഏജൻസികളും ആശങ്കയോടെ കാത്തിരിക്കുന്നൊരു വിവരം. കാരണം ഇത്തരത്തിലുള്ളൊരു വലിയ ഭീഷണികൾ ഉയർന്നു വരികയും അവർ പൊതുജനമധ്യത്തിൽ നടമാടുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ ഇടപെടുവാൻ പോകുന്നൊരു ശക്തിയാണ് അജ്ഞാതൻ, അൺനോൺ മാൻ, അല്ലെങ്കിൽ അൺനോൺ മെൻ, അജ്ഞാതർ. അത്തരത്തിലുള്ളൊരു ഇടപെടലിന് നമ്മുടെ ദുരന്തർ സിനിമയിൽ പറഞ്ഞതുപോലെ അവിടുത്തെ അൺനോൺ മെന്നോടോ അല്ലെങ്കിൽ അൺനോൺ മാനോടോ ഇവിടുന്ന് അജിത് ഡോവലോ അദ്ദേഹത്തിൻ്റെ സഹായികളോ ആജ് സേ യു ഹാവ് എ ഫ്രീ ഹാൻഡ് എന്ന് പറയുമോ, ഇന്ന് മുതൽ നിൻ്റെ കൈകൾ സ്വതന്ത്രമാണ്, നിനക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാമെന്ന് പറയുമോ എന്നുള്ള ആശങ്കയും പാകിസ്ഥാനി രഹസ്യാന്വേഷണ ഏജൻസികൾക്കുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെ ഇവിടുന്നൊരു നിർദ്ദേശം അങ്ങോട്ടേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടാൽ അസീം മുനീറിന് ഏറെ ദിവസത്തെ ആയുസില്ല. പക്ഷേ ഇതിനൊരു മറുവശമുണ്ട്. അസീം മുനീറിനെ പോലെ മണ്ടനായിട്ടുള്ള ഈ ഒരു ഫോട്ടോഷോപ്പിൽ ചെയ്ത ചിത്രത്തിലൂടെ തൻ്റെ യുദ്ധവിജയം ആഘോഷിക്കുന്ന ഒരു ഫീൽഡ് മാർഷൽ എന്ന പദവി യാതൊരു ഉളുപ്പും ലജ്ജയുമില്ലാതെ ഏറ്റുവാങ്ങുന്ന ഒരു വ്യക്തി പാകിസ്ഥാൻ്റെ തലപ്പത്തിരിക്കുന്നത് ഒരുപക്ഷെ ഭാരതത്തിന് ഗുണകരമായേക്കാം. അത്തരത്തിലുള്ള ചിന്തകളും ഒരു വശത്ത് ഉയർന്നു വരുമ്പോഴും ആശങ്ക തന്നെയായി തുടരുന്നുണ്ട്. കാരണം തുർക്കി, സൗദി, പാകിസ്ഥാൻ ഇവർ മൂവരും ചേർന്ന ഒരു അച്ചുതണ്ട്, സാമ്പത്തിക, സൈനിക, ആണവശേഷി, സാമ്പത്തികം, സൈനികം, ആണവശേഷി ഇവ മൂന്നും ചേരുന്ന ഒരു അച്ചുതണ്ട് അവിടെ വികസിച്ച് വരുന്നുണ്ട് നമ്മുടെ മധ്യപൂർവ്വ ഏഷ്യയിലും ഏഷ്യയൊട്ടാകെയും. ആ അച്ചുതണ്ടിനെ ഇറാൻ്റെ ആഗമനം ഒരുപക്ഷെ കൂടുതൽ ബലപ്പെടുത്തിയേക്കാം. കാരണം ഇപ്പോൾ ഈ ദിവസങ്ങളോളം 100 മേൽ ദിവസങ്ങളായി നീളുന്ന ആക്രമണങ്ങൾക്കിടയിലെല്ലാം അമേരിക്കയെ ശക്തിയായി പ്രതിരോധിച്ചു എന്നുള്ളൊരു പ്രതിച്ഛായ ഇറാനുണ്ട്. ധീരരായ പോരാളികൾ എന്നുള്ള തരത്തിൽ ഇറാന് ഒരു മതിപ്പ് ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിലുണ്ട്. അവർ ഷിയകളാണ് എന്നുള്ള സത്യം പോലും മറന്ന് അവരെ സ്വീകരിക്കാൻ സൗദി അറേബ്യയെ പോലുള്ളവർ തയ്യാറാകുന്നു. ഈ സഖ്യത്തിലേക്ക് ആനയിക്കുവാൻ സൗദി അറേബ്യയെ പോലുള്ളവർ തയ്യാറാകുന്നു എന്നുള്ളതും സ്രോതസ്സുകൾ, വളരെ വിശ്വസനീയമായ സ്രോതസ്സുകൾ നമ്മോട് പറയുന്ന വിവരങ്ങളാണ്. എന്താകുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. പക്ഷേ വലിയ സംഘർഷങ്ങളാണ് ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ ഭാരതത്തിന് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരിക. അക്കാര്യം തീർച്ചയാണ്. RPA പോലുള്ളവർ നേരത്തെ ഒരു കാര്യം വ്യക്തമായി പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു. പാകിസ്ഥാൻ ഒരു രാജ്യമെന്നുള്ള നിലയിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഭാരതത്തിനൊരു ഭീഷണിയേ അല്ല. പക്ഷേ ഈ തുർക്കിയെ പോലുള്ള രാജ്യങ്ങൾ, സൗദിയെ പോലെ പണമുള്ള രാജ്യങ്ങൾ, ഇവയെല്ലാം പാകിസ്ഥാനോടൊപ്പം യാഥാർത്ഥ്യബോധത്തോടു കൂടി അല്ലാതെ മതസ്നേഹം മാത്രം വെച്ചുകൊണ്ട് ചേരുകയാണെങ്കിൽ അത് അപകടം നിറഞ്ഞൊരു സാഹചര്യം തന്നെയാണ്. എന്തായാലും ഭാരതം ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഓണം വന്നല്ലോ പുത്തുലഞ്ഞിതാ, കാത്തിരുന്ന ഭാഗ്യം പോലെ ഓണം വന്നല്ലോ. ചെന്നൈ സിൽക്സ് വസ്ത്രങ്ങൾ